ഓക്കെ. ഗോ റൗട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് നാവിഗേഷന് വേണ്ടിയിട്ടാണ്. നാവിഗേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പേജുകൾ തമ്മിലുള്ള ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുക. റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് സംഭവം കേട്ടോ. റൗട്ടിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഭവം. റൗട്ടർ എന്ന് പറയുന്നത് ഈ നാവിഗേഷൻ സഹായിക്കുന്ന ആ ഇതിനെയാണ് നമ്മൾ റൗട്ടർ എന്ന് പറയാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നാവിഗേഷൻ റൗട്ടറായിട്ട് ഉപയോഗിക്കുന്നത് ഗോ റൗട്ടറാണ്. ഓക്കെ. അപ്പോൾ ഗോ റൗട്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ ഓക്കെ അല്ലേ, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓക്കെ അല്ലേ. നാവിഗേഷന് വേണ്ടിയിട്ട് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജ്. നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഏതായിരുന്നു? നാവിഗേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നാവിഗേറ്ററിൻ്റെ സാധനം നമ്മൾ സാധാരണ നാവിഗേറ്ററിൽ പുഷ് പോപ്പ് നെയിംഡ് അതൊക്കെ യൂസ് ചെയ്യില്ല. അത് തന്നെയാണ് ഇതും വരുന്നത്. ഇത് വേറെ എക്സ്ട്രാ പാക്കേജ് ഇട്ടിട്ട് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക നാവിഗേറ്ററിലുള്ള എല്ലാതും ഇതിലും ഉണ്ട്. ആ ഒരു രീതിക്ക് തന്നെയാണ് പോകുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയാനിപ്പോൾ നോർമലി ഇതാണ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ. റെക്കമെൻഡ് ചെയ്യാനൊരു കാരണം ഉണ്ടാവും. ഫ്ലട്ടറിൻ്റെ തന്നെ കോർ ടീം തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ഗോ റൗട്ടറാണ്. ഓക്കെ. നാവിഗേറ്റർ കൊടുക്കുന്ന മാതിരി തന്നെയാണ്. സിൻടാക്സിൽ ചെറിയൊരു മാറ്റം മാത്രമേ വരുള്ളൂ. ഓക്കെ. ഓക്കെ അല്ല, സെയിം കൺസെപ്റ്റ്, ഒരു വ്യത്യാസമില്ല. അതൊക്കെ അല്ല. ഇതാണ് ഈ ഒറ്റ പാക്കേജ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാറുള്ളൂ. go_റൗട്ടർ. ഇത് ഏതാണ് ടീം? ഫ്ലട്ടർ ഡെവ്. ഫ്ലട്ടർ ഡെവ് പറയുമ്പോൾ ഒഫീഷ്യൽ ഫ്ലട്ടർ ടീമിൻ്റെയാണ് ഈ ഗോ റൗട്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ല നിങ്ങൾക്ക്? ഇതാണ് നമ്മൾ നാവിഗേഷൻ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ഇതാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന സാധനം. അവരെന്നെ ഇറക്കുന്നതാണ്. അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു സാധനമാണ്. ഓക്കെ അല്ല? ലാസ്റ്റ് അപ്ഡേറ്റ് വന്നത് 11 ദിവസം മുന്നേ. ഓക്കെ. ഇനി നമുക്കിതിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഒരു മിനിറ്റ്. ഡോക്യുമെൻറ്റേഷൻ അത്ര നല്ല ഡോക്യുമെൻറ്റേഷനൊന്നും അല്ല, എന്നാലും നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ. ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു റൗട്ടർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റൗട്ടർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളുടെ ഈ കോണ്ടാക്റ്റ് ആപ്പ് തന്നെ ഒന്ന് നോക്കാം. ഒരു എക്സാമ്പിളായിട്ട് ഇത് നമ്മൾ ഇന്നലെ ചെയ്ത കോണ്ടാക്റ്റ് ആപ്പ് തീമൊക്കെ ചെയ്തില്ലായിരുന്നു ആ സാധനം. ഓർമ്മയില്ല? ടീമിന് വേണ്ടി നമ്മൾ ചെയ്ത കോണ്ടാക്റ്റ് ആപ്പ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ നാവിഗേഷന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളെന്ത് ചെയ്യണം? ഈ പാക്കേജ് ആഡ് ചെയ്യണം. പബ് ആഡ് go_റൗട്ടർ. ഇതൊക്കെ അല്ല, ഗോ റൗട്ടർ ആഡ് ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ ഈ മെയിനിൻ്റെ കൂടെ തന്നെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ക്ലീൻ ആർക്കിടെക്ചറിലാവുമ്പോൾ ഇതൊക്കെ കോറിൻ്റെ ഉള്ളിൽ റൗട്ടർ എന്നുള്ളൊരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ് വരിക. ഓക്കെ. തൽക്കാലം റൗട്ടർ പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കാം. അതിൻ്റെ ഉള്ളിൽ router.dart എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അല്ല, ഇതൊക്കെ അല്ലേ? ശ്രദ്ധിക്കട്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾക്ക്? ഇപ്പോൾ റൗട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി ശ്രദ്ധിക്കട്ടോ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ റൗട്ടർ, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റൗട്ടർ ക്രിയേറ്റ് ചെയ്യണം. റൗട്ടർ ക്രിയേറ്റ് ചെയ്യേണ്ടത് നോർമൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണ പോലെ ഒരു ഫൈനലായിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. റൗട്ടർ എന്ന് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ. ഇനി റൗട്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ക്ലാസ് എന്ന് പറയുന്നത് ഗോ റൗട്ടർ എന്നുള്ള ഒരു കൺസ്ട്രക്ടറാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഷെയർഡ് പ്രിഫറൻസിനൊക്കെ ഷെയർഡ് പ്രിഫറൻസ് ഡോട്ട് ഗെറ്റ് ഇൻസ്റ്റൻസ് വിളിക്കില്ലേ, അതേപോലെ. അപ്പോൾ ഇവിടെ നമ്മൾ ഗോ റൗട്ടർ എന്നുള്ളത് യൂസ് ചെയ്യണം. റൗട്ടല്ല, റൗട്ടർ കേട്ടോ. ആറ് നോക്കണേ. ഗോ റൗട്ടും ഉണ്ട്, ഗോ റൗട്ടറും ഉണ്ട്. റൗട്ടർ എന്ന് പറയുമ്പോൾ ഗോ റൗട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഗോ റൗട്ടർ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസ്ട്രക്ടറാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഫൈനലായിട്ട് കിടക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ റൗട്ടർ. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്?
റൗട്ടർ കോൺഫിഗർ ചെയ്യണം. കോൺഫിഗർ ചെയ്യൽ ഈ രീതിക്കാണ്. ഗോ റൗട്ടർ എന്നുള്ള കൺസ്ട്രക്ടർ കോൾ ചെയ്യുക. ഈ കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒബ്ജക്റ്റാണ് നമ്മുടെ റൗട്ടർ. ഓക്കെ അല്ല? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ല? ഇനി ഇതിൽ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, ഈ റൗട്ട്സ് എന്നുള്ളത് റിക്വയർഡാണ്. നമ്മൾ മനസ്സിലാവണ്ട, റൗട്ട്സ് റിക്വയർഡാണ്. ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് ഒരു ലിസ്റ്റാണ്. ഓക്കെ, ആ ലിസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റൗട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആപ്പിലുള്ള ഏതൊക്കെ റൗട്ടുകളാണ്, ഏതൊക്കെ പേജുകളാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഏതൊക്കെ പേജുകളാണ് നമുക്ക് പോകാനുള്ളത്, ആ പേജുകളൊക്കെ നമ്മൾ ഇവിടെ ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് വെക്കണം. പറയുന്നത് മനസ്സിലാവും? ഇപ്പോൾ ഹോം പേജ് ഉണ്ടാവും. ഇപ്പോൾ കോൺടാക്റ്റിൻ്റെ ആകുമ്പോൾ ഹോം പേജ്, ആഡ് കോൺടാക്റ്റിന് ഒരു പേജ് ഉണ്ട്, പിന്നെ ഏതുള്ളത്, അങ്ങനെ കുറേ പേജുകളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പേജുകളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് ഏതൊക്കെയാണോ നാവിഗേറ്റ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കണം, കോൺഫിഗർ ചെയ്ത് വെക്കണം. ഓക്കെ അല്ല? ഈ റൗട്ട്സിൻ്റെ ഉള്ളിൽ അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റൗട്ടർ ക്രിയേറ്റ് ചെയ്യാം. ഗോ റൗട്ടർ എന്നുള്ള അത് യൂസ് ചെയ്തിട്ട് റൗട്ടർ ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് അതിൻ്റെ ഉള്ളിലുള്ള റൗട്ടുകൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ അല്ല? ഇനി റൗട്ടുകൾ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല? ഇനി ഓരോ റൗട്ട് ചെയ്യാണ് സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെയുള്ളത്, പേജസിൽ ആഡ് കോൺടാക്റ്റ് പേജ് ഉണ്ട്, വ്യൂ കോൺടാക്റ്റ് പേജ് ഉണ്ട്, ഹോം പേജ് ഉണ്ട്. അത് മൂന്നും നമുക്ക് ഈ റൗട്ടറിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് ഞാനിവിടെ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കേണ്ടത് ഗോ റൗട്ടാണ്. റൗട്ടറല്ല, റൗട്ട്. ഈ റൗട്ട് യൂസ് ചെയ്യുക. ഓക്കെ, പാത്ത് റിക്വയർഡാണ്. ഇവിടെ പാത്ത് ഞാൻ കൊടുക്കുന്നത് ഹോം പേജിന് സ്ലാഷാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. ഓക്കെ, സ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമാണ്. മനസ്സിലായോ? ആ രീതിക്കാണ് ഇതിൽ. വെറുതെ സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ അത് ഹോമായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഹോം ഏതാണ്? ഈ ഗോ റൗട്ട്, ഈ സെറ്റ് ചെയ്ത റൗട്ടാണ്. ഇതിൻ്റെ പാത്തിൻ്റെ കൂടെ നമുക്ക് ഇനി സെറ്റ് ചെയ്യാനുള്ളത് ഒരു ബിൽഡറാണ്. ബിൽഡർ സെറ്റ് ചെയ്യണം. ഈ ബിൽഡറിൽ നമുക്ക് കോണ്ടെക്സ്റ്റും സ്റ്റേറ്റും കിട്ടും. ഈ കോണ്ടെക്സ്റ്റ് ബിൽഡ് കോണ്ടെക്സ്റ്റ് ആണ് നമുക്ക് വരുന്നത്. സ്റ്റേറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതും ഓക്കെ അല്ല, കോണ്ടെക്സ്റ്റ് ഉള്ളത് ഓക്കെ അല്ല, ബിൽഡ് കോണ്ടെക്സ്റ്റ് ആണ് വരിക. നോർമലി നമ്മുടെ ബിൽഡറുമായി തന്നെ. ഓക്കെ, ബിൽഡർ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലേ വിഡ്ജറ്റിലെ ആ സാധനം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷനിൽ റിട്ടേൺ കൊടുക്കേണ്ടത് എന്താണ് നമുക്ക് ഷോ ചെയ്യാനുള്ളത് എന്നുള്ളത്. ഈ പേജിൽ ഈ സ്ലാഷിൽ നമുക്ക് എന്താണ് കാണിക്കാനുള്ളത് എന്നുള്ളത്. ഇവിടെ നമുക്ക് എന്താ കാണിക്കാനുള്ളത്? ഹോം പേജ് അല്ലേ? ഹോം പേജാണ് ഇവിടെ കാണിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കോൺസ്റ്റ് ഹോം പേജ് എന്ന് പറയുന്നു. ഓക്കെ, ഈ വിഡ്ജറ്റാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ ഈ വിഡ്ജറ്റ് ഇവിടെ കൊടുക്കുക. ഏത് വിഡ്ജറ്റാണ് കാണിക്കാനുള്ളത് ഇവിടെ കൊടുക്കുക. ദെൻ അതിൻ്റെ പാത്ത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൽ ഒരു ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഏത് ഹോമിന് വെറും സ്ലാഷാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ സ്ലാഷും കഴിഞ്ഞിട്ട് ഒരു പേര് അങ്ങനെ പോവാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിൻ പേജ് ഈ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഏതാണോ വരേണ്ടത് അതാണ് നമ്മൾ സ്ലാഷിലിടുക. മനസ്സിലാവുന്നുണ്ട്? ഓക്കെ അല്ലേ? ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു നെയിമും കൂടി സെറ്റ് ചെയ്യാം. ഓപ്ഷണലാണ്, റിക്വയർഡ് അല്ല. നെയിം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഹോം എന്ന് പറഞ്ഞാൽ ഇതിന് നെയിം സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെയിംഡ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നെയിം വെച്ചിട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും, പാത്ത് വെച്ചിട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നെയിം വെച്ച് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോം എന്ന് കൊടുക്കുന്നുണ്ട്. ഇത് ഓക്കെ അല്ല? ഇത്രയും കാര്യങ്ങളും ഓക്കെ അല്ല ഇതിൽ? ഓക്കെ അല്ല? ഇനി അടുത്ത റൗട്ട് ഞാൻ സെറ്റ് ചെയ്യണം. ഇത് ഞാൻ സ്ലാഷ് അടുത്ത പേജ് നമുക്ക് വരുന്ന ആഡ് കോൺടാക്റ്റ് ആണ്. അപ്പോൾ ആഡ് പറഞ്ഞാണ്ട് ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നെയിം കൊടുക്കുന്നത് ആഡ് കോൺടാക്റ്റ്. ഇതൊക്കെ അല്ല? സ്ലാഷ് ആഡ് കൊടുത്തിട്ടുണ്ട്. ആഡ് കോൺടാക്റ്റിൻ്റെ പേജിന് അവിടെ ആഡ് കോൺടാക്റ്റ് എന്ന് പേരും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല? ഇനി ഇവിടെ നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്? ആഡ് കോൺടാക്റ്റ് പേജ് അല്ലേ? ആഡ് കോൺടാക്റ്റ് പേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല? അടുത്തൊരു റൗട്ടും കൂടി നമുക്ക് ഇനി പേജസിൽ വരുന്നത് ആഡ് കോൺടാക്റ്റ് ആക്കി ഹോം പേജ് ആക്കി ഇനി വ്യൂ കോൺടാക്റ്റ് പേജ് അല്ലേ? ആ പേജും കൂടി ഇവിടെ റൗട്ടറിൽ സെറ്റ് ചെയ്യാം. സ്ലാഷ് ഡീറ്റെയിൽസ് എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനാണ് വ്യൂ പേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് നെയിമും കൊടുക്കുന്നുണ്ട്. ഓക്കെ, വ്യൂ കോൺടാക്റ്റ് പേജ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഷോ ചെയ്യണം. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഇൻഡെക്സ് പാസ് ചെയ്യാണ്ട് ഇവിടെ. മനസ്സിലാവണ്ട? കോൺടാക്റ്റ് ഇൻഡെക്സ് ആ സാധനങ്ങളൊക്കെ പാസ് ചെയ്യാണ്ട്.
മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ ഈ സ്റ്റേറ്റിൻ്റെ സംഭവം വരുന്നത്. ഇവിടെ നമുക്ക് ഈ കോണ്ടാക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, അത് നമ്മൾ സ്റ്റേറ്റിൽ കൂടെ പാസ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതിപ്പോൾ തൽക്കാലം ഞാൻ വ്യൂ കോണ്ടാക്റ്റ് ആഡ് കോണ്ടാക്റ്റ് പേജ് തന്നെ വെക്കുന്നുണ്ട് ഇപ്പോൾ, ആ എറർ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം അങ്ങനെ വെക്കുന്നുണ്ട്. ഇത് ഓക്കെ അല്ല നിങ്ങൾക്ക് ഓക്കെ അല്ല? എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്തത്? ഗോ റൗട്ടർ വെച്ച്, പിന്നെ അതിൻ്റെ ഉള്ളിൽ റൗട്ട്സിൻ്റെ ഉള്ളിൽ ഓരോ റൗട്ടുകൾ സെറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. നമുക്ക് ഏതൊക്കെ പേജിലേക്കാണോ പോകേണ്ടത് അതുകൂടെ സെറ്റ് ചെയ്ത് വെക്കണം. സിമ്പിൾ. ഇനി നമുക്ക് വരുന്നത് ഈ റൗട്ടർ ഉണ്ടല്ലോ, നമ്മളിവിടെ സെറ്റ് ചെയ്ത ഈ റൗട്ടർ, അത് നമ്മൾ യൂസ് ചെയ്യണം, നമ്മുടെ ആപ്പിൽ യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മെയിലിൽ പോകണം. മെയിലിലാണല്ലോ മെറ്റീരിയൽ ആപ്പ് ഉണ്ടാവുക. ഈ മെറ്റീരിയൽ ആപ്പ് നോർമൽ മെറ്റീരിയൽ ആപ്പ് മാറ്റിയിട്ട്, ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇവിടെ മെറ്റീരിയൽ ആപ്പ് ഡോട്ട് റൗട്ടർ എന്നുള്ളത് യൂസ് ചെയ്യാം. റൗട്ടർ എന്നുള്ളതിന് നമ്മൾ ഹോം കൊടുക്കാൻ പറ്റില്ല. മനസ്സിലാവണ്ട? ഏതാണ് ഇനീഷ്യൽ റൗട്ട് എന്നുള്ളത്, ആ റൗട്ടറിൽ നിന്ന് വരുന്ന റൗട്ടാണ് ഇവിടെ ഹോം വരിക. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ മെറ്റീരിയൽ ആപ്പിന് സാധാരണ നമ്മൾ ഹോം കൊടുക്കൂലേ, അതെന്തിനാണ്? ഫസ്റ്റ് വരുന്ന പേജ് അല്ല, അത് ഇനി ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ റൗട്ടർ ഇട്ടതുകൊണ്ട് റൗട്ടർ ഏത് ഹോമാന്നുള്ളത് റൗട്ടറാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? റൗട്ടറിൽ നമ്മൾ ഏത് ഹോം ഇട്ടോ അതാണ് വരിക. ഓക്കെ അല്ല? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല? സംശയം ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഏത് റൗട്ടറാണ് ഉപയോഗിക്കുന്നതെന്ന് പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഏത് റൗട്ടർ യൂസ് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ ഇവിടെ റൗട്ടർ കോൺഫിഗ് എന്ന് പറഞ്ഞ സാധനം കണ്ട, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഗോ റൗട്ടറിൻ്റെ ഇവിടുത്തെ ഈ റൗട്ടർ എന്നുള്ള ഈ വേരിയബിൾ അവിടെ ഇമ്പോർട്ട് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അത് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇതാ ഇവിടെ ഫയല് റൗട്ടർ ഡോട്ട് ഡാർട്ട് ഇമ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് ആ റൗട്ടർ എന്നുള്ള വേരിയബിൾ ഇവിടെ കൊടുത്തു. ഇപ്പോൾ റൗട്ടർ നമ്മൾ എന്ത് ചെയ്ത്? ആദ്യം നമ്മൾ റൗട്ടർ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ആ റൗട്ടർ നമ്മുടെ മെറ്റീരിയൽ ആപ്പിന് സെറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പേജിക്ക് പോകാനാണ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ നാവിഗേറ്റർ അല്ല ഉപയോഗിക്കാം. ഓരോ പേജിക്ക് പോകാൻ നാവിഗേറ്റർ ഉപയോഗിക്കില്ല. കോണ്ടെക്സ്റ്റിൽ നമ്മൾ മെയിനായിട്ട് നമുക്ക് 3 എണ്ണമാണ് വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ആഡ് ഹോം പേജ് ആദ്യം എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ ഒരു കാര്യം കൂടി, ഈ റൗട്ടറിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ റൗട്ടറിൽ നമുക്ക് ഈ റൗട്ട്സിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി സെറ്റ് ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ് ഫസ്റ്റ് പോകേണ്ട പേജ് എന്നുള്ളതാണ്. ഈ ഇനീഷ്യൽ ലൊക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ സ്ലാഷ് ഉണ്ടോ നോക്കും. സ്ലാഷ് ഫസ്റ്റ് പേജ് ആയിട്ട് എടുക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇനീഷ്യൽ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അത് എടുക്കും, അല്ലെങ്കിൽ സ്ലാഷ് എടുക്കും. ഇനീഷ്യൽ ലൊക്കേഷൻ സ്ലാഷും ഒരുമിച്ച് കൊടുത്താലും പ്രശ്നമില്ല. അപ്പോൾ ഇനീഷ്യൽ ലൊക്കേഷൻ ഇവിടെ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ സ്ലാഷാണ് നമ്മുടെ ഇത് ശരിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ബൈ ഡിഫോൾട്ട് സ്ലാഷ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനൊരു ഇതിൻ്റെ ഒരു എക്സാമ്പിൾ അപ്പോൾ കാണിച്ചു തരാം. എന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതൊന്ന് നോക്കിയിട്ട് ഇവിടെ ഇപ്പം നമ്മുടെ ഇനീഷ്യൽ ലൊക്കേഷൻ ഏതാണ്? ഹോം. ആ സ്ലാഷ് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, അത് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. അത് കമൻറ്റ് ചെയ്താൽ ഡിഫോൾട്ട് ഏതാണ് വരിക? സ്ലാഷ്. സ്ലാഷ് തന്നെ ആയിരിക്കും എന്നാണ്. സ്ലാഷ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അത് നോക്കട്ടെ, നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഫസ്റ്റ് കൊടുക്കുന്നതാണോ അതോ സ്ലാഷ് ആണോ വരിക എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുമോ? ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ ഇന്നലെ ചെയ്തതായിരുന്നു. ഈ സാധനം വെച്ചത് ഇന്നലെ വെച്ചത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഏതിക്കാണ് വന്നത്? ഹോമിക്കാണ് വന്നത് അല്ലേ? ഇനി നമുക്ക് ഈ സ്ലാഷ് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. സ്ലാഷ് ഹോമൊക്കെ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഫസ്റ്റ് സ്ലാഷിക്കാണ് വരുന്നത് അതോ ഫസ്റ്റ് ഈ റൗട്ടറിലത്തെ ഇൻഡെക്സ് 0ക്കാണോ പോകണമെന്ന് അറിയാൻ പറ്റും.
കണ്ടോ സ്ലാഷ് ഇല്ല അവിടെ. എന്താണ് എറർ? ഇപ്പോൾ പേജ് നോട്ട് ഫൗണ്ട് ആണ് വന്നത്. ആ സ്ലാഷും കൊടുത്തിട്ടില്ല, ഇനീഷ്യലും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരാം. പേജ് നമ്മൾ ഇല്ലാത്ത പേജിക്ക് പോയി കഴിഞ്ഞാൽ ഈ സാധനം വരാം, പേജ് നോട്ട് ഫൗണ്ട് എന്നുള്ള സാധനമാണ് വരാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് അത് കൊടുത്തിട്ട് കാര്യമില്ല, അത് എവിടേക്കും പോകില്ല. ഹോമില്ലല്ലോ നമുക്ക്, മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഏതൊക്കെ പോവാം സ്ലാഷ്. ഇനി ഈ ഹോം നമുക്ക് ഇങ്ങനത്തെ ഹോം തന്നെ വെക്കണം എന്ന് വിചാരിക്കാം. ആ കേസിൽ നമ്മൾ ഇനീഷ്യൽ ലൊക്കേഷൻ ഇടുക, എന്നിട്ട് ഇവിടെ പറയണം ഫസ്റ്റ് ഏതാണ് വരേണ്ടതെന്നുള്ളത്. ഇവിടെ ഞാൻ സ്ലാഷ് ഹോം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എറർ വരില്ല. ഇപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, ഇനീഷ്യൽ ലൊക്കേഷന് സ്ലാഷ് ഹോം ആണെന്ന് പറഞ്ഞു. സ്ലാഷ് അല്ല, സ്ലാഷ് ഹോം ആണെന്ന് പറഞ്ഞു. ഡിഫോൾട്ട് സ്ലാഷ് അത് മാറ്റിയിട്ട് സ്ലാഷ് ഹോം ആക്കി. ഇപ്പോൾ ഈ സ്ലാഷ് ഹോം ആണ് ഏതിൽ വരിക, ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ വരിക അല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. ഇതിൽ സംശയം ഉണ്ടോ? ആ റീസ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ഹോമാണ് വന്നത്. ഇതൊക്കെ അല്ല. അപ്പോൾ ഇനീഷ്യൽ ലൊക്കേഷൻ ഒക്കെ അല്ല. നിങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഈ സ്റ്റേറ്റിൻ്റെ കാര്യമാണ്. ഓക്കെ, സ്റ്റേറ്റിൻ്റെ കാര്യം റീഡയറക്റ്റും. അതിന് മുന്നേ ആദ്യം എങ്ങനെയാണ് ഒരു പേജിൽ നിന്ന് മറ്റു പേജിൽ പോകുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ നാവിഗേറ്റർ വെച്ചിട്ടാണ് ഈ പോകുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അത് മാറ്റിയിട്ട് നമ്മൾ ഗോ റൗട്ടർ ആക്കുക. ഹോം പേജിൽ പോകണം. ഇവിടെ ആഡ് കോണ്ടാക്റ്റ് എന്നുള്ള ഈ ഫംഗ്ഷനിലാണ് ആ ബട്ടൻ്റെ ഓൺ ക്ലിക്കിൻ്റെ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നാവിഗേറ്റർ ഉള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോണ്ടെക്സ്റ്റ് ഇവിടെ നോക്കിട്ടാ എങ്ങനെ പോവാന്നുള്ളതാണ്. കോണ്ടെക്സ്റ്റ് ഡോട്ട് ഗോ എന്നുള്ളത് കൊടുത്തോ. ആദ്യം ഞാൻ ഗോ പറഞ്ഞുതരാം, പിന്നെ ഗോ നെയിമുടും പുഷ് നെയിമുടൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാൻ ഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഗോൻ്റെ ഉള്ളിൽ ആ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പാത്താണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ പാത്ത് ഏതാണ്? ആഡ് സ്ലാഷ് ആഡ് അല്ല, പാത്ത് സ്ലാഷ് ആഡ്ക്ക് പോകണമെന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ നാവിഗേഷൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? എന്താണ് കോണ്ടെക്സ്റ്റ് ഡോട്ട് ഗോ എന്ന് പറയാം, എവിടേക്കാണ് പോകേണ്ടതെന്ന് പറയാം. ഗോ നെയിംഡ് പറയുമ്പോൾ ആഡ് കോണ്ടാക്റ്റ് എന്നല്ല നമ്മൾ നെയിം കൊടുത്തത്. എന്താണ് നമ്മൾ നെയിം കൊടുത്തത്, ആ നെയിം കൊടുക്കുക. സ്ലാഷ് ഇടണ്ട. ഇതൊക്കെ അല്ല നിങ്ങൾക്ക്, ഗോ ഒക്കെ അല്ല. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അല്ലല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഗോ സ്റ്റാക്ക് അല്ല, അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് നോക്കിട്ടോ. അവിടെ ഗോ ആണ് കൊടുത്തിട്ടുള്ളത്, ഇതൊക്കെ അല്ല. ഇപ്പോൾ ഞാൻ ആഡ് കോണ്ടാക്റ്റ് ഈ പ്ലസ് കൊടുത്താണ്ടല്ലോ ഇത് വരും, പക്ഷെ ഇവിടെ ബാക്ക് ബട്ടൺ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാ? ഇതെന്താണ്? ഇത് റീപ്ലേസറാണ്. ഈ സാധനം റീപ്ലേസ് ആക്കിയത് ഇത്, മനസ്സിലാവുന്നുണ്ടോ? ബാക്ക് അടിച്ചാൽ നേരെ ഈ ആപ്പ് എക്സിറ്റ് ആവും. മനസ്സിലായോ? സ്റ്റാക്ക് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ സ്റ്റാക്ക് ചെയ്യാൻ ഏതാണ്? പുഷ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് ഡോട്ട് പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് ചെയ്ത് വരാം. കോണ്ടെക്സ്റ്റ് ഡോട്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് പോകാൻ. പിന്നെ ഉള്ളത് പുഷ് നെയിമുടും ഗോ നെയിമുടൊക്കെ. അതെന്താണ്? നെയിം വെച്ചേക്കാണ്ട് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഗോ ചെയ്യാം. ഓക്കെ അല്ല? സിമ്പിൾ കാണാം. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ പുഷ് ആക്കിയിട്ടത് കോണ്ടെക്സ്റ്റ് ഡോട്ട് പുഷ് ആക്കി. ഇപ്പോൾ എന്താണ്? ബാക്ക് ബട്ടൺ വരണം. ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇത് റീസ്റ്റാർട്ടായി. ഇപ്പോൾ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് ഉണ്ടാവും. ബാക്ക് പോയി കഴിഞ്ഞാൽ ഹോമിക്കാണ് വരിക. ഇതൊക്കെ അല്ലേ? ഇതിൽ പ്രശ്നമില്ലല്ലോ. റീപ്ലേസ്മെൻ്റ് ആണ് ഈ ഗോ. ആ സാധനം ഞാൻ നോക്കിയിട്ട് പറയാം. നാവിഗേറ്ററിലുണ്ട്, ഇതിൻ്റെ നോക്കിയിട്ട് ഞാൻ പറയാം. അതിൻ്റെ സെയിം ആയിട്ടുള്ള ഏതാണെന്നുള്ളത് നോക്കാം. അതെ ഫസ്റ്റ് പേജ്, അതായത് ബാക്കിൻ്റെ പേജിൻ്റെ അടിയിലുള്ളതൊക്കെ പോകും. അത് നമുക്ക് നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇതിന് പുഷാണ് പോകും. പുഷ് ബാക്ക് വരണം. റീപ്ലേസ് അണ്ടിൽ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാകും. പുഷ് ആൻഡ് റീപ്ലേസ് അണ്ടിൽ എന്നാണ് കണ്ടത്. നാവിഗേറ്റർ അതിൻ്റെ കറസ്പോണ്ടിങ് എന്താണെന്ന് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? പുഷ് നെയിമുണ്ട്, ഗോ നെയിമുണ്ട്. ഇനി
ഇനിയുള്ളത് എന്താണെന്നറിയോ, നെയിം വെച്ചുകൊണ്ട് പോകാൻ. അത് നോക്കണം. പുഷ് നെയിം കൂടെ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ആഡിൻ്റെ നെയിം നമ്മൾ റൗട്ടറിൽ എന്താ സെറ്റ് ചെയ്തേക്കണത്? ആഡ് കോണ്ടാക്റ്റ്. അത് നമ്മളിവിടെ കൊടുക്കാം. ഇപ്പോൾ ശരിക്കും പുഷ് തന്നെ നടക്കുന്നത്, പക്ഷേ നെയിം വെച്ചിട്ടാണ് പുഷ് ആവണമെന്ന് മാത്രം. പാത്തിന് പകരം നെയിമാണെന്നുള്ളത് ഒറ്റ വ്യത്യാസമാണ്. ഇപ്പോൾ റീഫ്രഷ് ആയിട്ടുണ്ട്, പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും പുഷ് തന്നെയാണ്. മനസ്സിലാവണം. മറ്റേത് ഗോ നെയിമാണ്, ഒക്കെ നെയിം വെച്ചിട്ടുള്ള സംഭവം. മറ്റേത് പാത്ത് സ്ലാഷുള്ള പാത്ത് വെച്ചിട്ടാണ്. ഇനി നമ്മൾ സാധാരണ നമ്മൾ ചെയ്യൽ പോപ്പും കൂടി പറഞ്ഞിട്ട് മറ്റേക്ക് പോവാം. ഇത് ഓക്കെയാണോ? പോപ്പ് എന്താണ്? ബാക്ക് പോകാനോ അതിനൊക്കെ പോപ്പ് ഇതെങ്ങനെയാണ് ചെയ്യുക. മറ്റേ നമ്മൾ നാവിഗേറ്റർ ഡോട്ട് പോപ്പ് കോണ്ടാക്ട്സ് കൊടുക്കും, ഇവിടെ കോണ്ടാക്ട്സ് ഡോട്ട് പോപ്പ്. സിൻടാക്സിൽ ചെറിയ വ്യത്യാസം. ഓക്കെ അല്ല? ഇതൊന്നും അധികം പറയാല്ല. ഇനി നമുക്ക് പറയാനുള്ളത്, ഇത് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയും, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പേജ് നോട്ട് ഫൗണ്ട് വരും. ഇപ്പോൾ ഞാൻ സ്പെല്ലിങ് ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഏത് പേജ് വരിക? പേജ് നോട്ട് ഫൗണ്ട് വരും അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ സാധാരണ ഒരു പാറ്റേണിലാണ് പോവുക. ഇതിൽ എറർ തന്നെ വന്നു അല്ലേ? പുഷ് പോയി നോക്കാം. ഓക്കെ, ഇപ്പോൾ പേജ് നോട്ട് ഫൗണ്ട് വന്നു. അപ്പോൾ ഈ ഒരു ഇഷ്യൂ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ആഡ് കോണ്ടാക്ട്സ് നടക്കാണ്ട് ഒരു സ്ലാഷുള്ള പാത്തില്ല, മനസ്സിലാവണ്ട? അതിൻ്റെ സ്ലാഷ് ഉള്ളത് എന്താണ്? സ്ലാഷ് ആഡാണ് കറക്റ്റ് ഉള്ളത് അല്ല, ഈ ഇതിലൊരു പാത്തില്ല. ഓക്കെ, അപ്പോൾ പേജ് നോട്ട് ഫൗണ്ട് വന്നു. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കളയാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്, നമ്മുടെ ഓരോ പേജുകളുണ്ടല്ലോ. ഇപ്പോൾ ഹോം പേജ് ഞാൻ എടുത്തു, ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് ഫൈനൽ എന്ന് പറഞ്ഞിട്ടാണ്ട് റൗട്ട് പാത്ത് സ്ലാഷ് കൊടുക്കണം. അതേപോലെ സ്റ്റാറ്റിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് റൗട്ട് നെയിമും നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ആ ഹോമും ഇതും ഇവിടെ കൊടുത്ത് സ്റ്റാറ്റിക് ആക്കിയിട്ട്, മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ റൗട്ടറിൽ ഇവിടെ ഇങ്ങനെ ചെയ്യണതിന് പകരം നമ്മൾ ഹോം പേജ് ഡോട്ട് റൗട്ട് പാത്തും ഹോം പേജ് ഡോട്ട് റൗട്ട് നെയിമും കൊടുത്ത്, ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? സ്റ്റാറ്റിക് ആക്കിയത് ഇവിടെ യൂസ് ചെയ്തു. ഇത് യൂസ് ചെയ്യുന്ന ആ സ്പെല്ലിങ്ങിൻ്റെ ആ ഒരു ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടി ഇനി നമ്മൾ പുഷ് ചെയ്യുക എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളിവിടെ ഒരിക്കലും സ്ട്രിങ് ടൈപ്പ് ചെയ്ത് കൊടുക്കൂല. നമ്മൾ ഏത് പേജിലേക്കാണ് പോകേണ്ടത് അതിൻ്റെ പാത്ത് ഇവിടെ കൊടുക്കാം, മനസ്സിലാവണ്ടോ? ഹോം പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹോം പേജ് ഡോട്ട് റൗട്ട് പാത്ത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ല? ഇതാകുമ്പോൾ നമുക്ക് ടൈപ്പിംഗ് വരുമ്പോൾ ഉള്ള അപ്പർ കേസ് ലോവർ കേസ് ഇഷ്യൂസ് ആവുമ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഒറ്റ സ്ഥലത്ത് മാത്രമേ നമ്മൾ ടൈപ്പ് ചെയ്യുള്ളൂ, അതാത് പേജിൻ്റെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ, മനസ്സിലാവും? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് കോണ്ടാക്ട്സിനും കൊടുക്കണം, മറ്റേനും കൊടുക്കണം കേട്ടോ. ഇതിൽ സംശയമില്ലല്ലോ? നമുക്കല്ല അപ്പോൾ അത് എല്ലായിടത്തും സെറ്റ് ചെയ്തതാണ്. ഇനി നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മൾ പുഷിൻ്റെ മോപ്പിൻ്റെ ഉള്ളിൽ ആ സ്റ്റാറ്റിക്ക് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റേറ്റിൻ്റെ കാര്യം റീഡയറക്റ്റ് ഒക്കെയാണ്. സ്റ്റേറ്റിൻ്റെ കാര്യം ആദ്യം പോകാം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നമുക്ക് ശരിക്കും യൂസ് ചെയ്യേണ്ടത് വ്യൂ കോണ്ടാക്റ്റ് പേജാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇത് എങ്ങനെ സംഭവം എന്നറിയോ?
ഇതൊന്ന് റീസ്റ്റാർട്ട് ആവട്ടെ. ഓക്കെ, ഇനീഷ്യൽ റൗട്ട് ഏത് കൊടുത്തത് ഉപയോഗിച്ച് ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഞാനൊരു പുതിയൊരു കോണ്ടാക്റ്റ് ഹോമിക്ക് തന്നെ പോകണമല്ലോ. ആഡ് കോണ്ടാക്ട്സിക്ക് പോകട്ടോ. ഇതൊക്കെ അല്ലേ? ഓക്കെ, ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഞാൻ തൽക്കാലം ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോണ്ടാക്റ്റിൽ ക്ലിക്ക് ചെയ്താണ്ടല്ലോ അതിന് കാണിക്കണം, ഡീറ്റെയിൽസ് ഷോ ചെയ്യണം. ആ പേജാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ നാവിഗേറ്റർ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഗോ റൗട്ടർ വെച്ചിട്ട് പോകണം. ഇതാണ് ഫങ്ഷണാലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഈ കോണ്ടാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, ആ കോണ്ടാക്റ്റ് ഓപ്പൺ ആവണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇമെയിലും ഫോണും ഇമേജും കാണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോൾ നാവിഗേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് എന്താക്കണം, ഗോ റൗട്ടർ ആക്കണം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്ന കോണ്ടാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ പേജിക്ക് പാസ് ചെയ്യേണ്ട ഒരു കേസുണ്ട്. അത് നമ്മളിവിടെ നാവിഗേറ്ററിൽ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാ ഓപ്പൺ വ്യൂ പേജ് ഇത് നോക്കിയാൽ മതി. നാവിഗേറ്ററിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നാവിഗേറ്റർ പുഷ് എന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഇത് കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻഡെക്സും കോണ്ടാക്റ്റും പാസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ട്? പക്ഷേ ഇതേപോലെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഗോ റൗട്ടിൽ നമ്മളിങ്ങനെ എന്താണ്, ജസ്റ്റ് പാത്ത് മാത്രമേ നമ്മൾ പറയുള്ളൂ. അതിലേക്ക് പിന്നെ പോകണം. അപ്പോൾ പോകാനുള്ള സാധനം നമ്മൾ ഇവിടെ കൊടുക്കണം. അതിനാണ് നമ്മൾ ഈ സ്റ്റേറ്റ് എന്നുള്ള സാധനം ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ആ വ്യൂ കോണ്ടാക്റ്റ് പേജിനെ കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള ഏതൊക്കെയാണ്, കോണ്ടാക്റ്റ് റിക്വയർഡാണ്, ഇൻഡെക്സ് റിക്വയർഡാണ്. ഇവിടെ ഇൻഡെക്സ് ഞാൻ സ്റ്റേറ്റിൽ നിന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗോ അല്ലെങ്കിൽ പുഷോ പുഷ് നെയിമഡോ ഏതാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റേറ്റും കൂടി പാസ് ചെയ്യാൻ പറ്റും. അത് നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. സ്റ്റേറ്റ് ഡോട്ട് എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സ്ട്രാ ആണ് നമ്മൾ അവിടുന്ന് പാസ് ചെയ്യുന്ന സാധനം. സ്റ്റേറ്റ് ഡോട്ട് എക്സ്ട്രാ കേട്ടോ. സ്റ്റേറ്റ് ഡോട്ട് എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പാസ് ചെയ്യണം, നമുക്ക് ഇവിടെ ആക്സസ് കിട്ടും. അത് ഡൈനാമിക് മറ്റേ ഒബ്ജക്റ്റാണ് വരിക, നള്ളബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് അതിൻ്റെ ടൈപ്പ് വരിക. ഓക്കെ, ഇതിനെ നമുക്ക് നമ്മുടെ രീതിക്ക് മാറ്റിയെടുക്കണം, കാസ്റ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ആദ്യം പാസ് ചെയ്യുന്നത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ ഹോം പേജിൽ നിന്നാണല്ലോ ഓപ്പൺ ചെയ്യണത്. ഈ ഭാഗം ഞാൻ നാവിഗേറ്റർ മാറ്റണം. നാവിഗേറ്റർ മാറ്റിയിട്ട് ഏത് വെക്കണം, ഗോ റൗട്ടറിൻ്റെ ഇത് വെക്കണം. കോണ്ടെക്സ്റ്റ് ഡോട്ട് ഏതാണ്, പുഷ് അല്ലേ വരും ഇവിടെ, പുഷ് പറയണം. പുഷിൻ്റെ ഉള്ളിൽ ഏതിക്കാണ് പോകേണ്ടത്, വ്യൂ കോണ്ടാക്റ്റ് പേജിൻ്റെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ കോമ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ്ട്രാ എന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഈ എക്സ്ട്രയാണ് അവിടെ വരുന്ന എക്സ്ട്രാ കേട്ടോ, ഇവിടെ കൊടുത്ത എക്സ്ട്രാ. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ റെക്കോർഡ് ഉപയോഗിക്കണതാണ് ബെറ്റർ. ഞാൻ ഇവിടെ ഒരു റെക്കോർഡ് ഉപയോഗിക്കുകയാണ്. റെക്കോർഡ് നിങ്ങൾക്ക് അറിയില്ലേ, മൾട്ടിപ്പിൾ ഡാറ്റ പാസ് ചെയ്യാനും റിട്ടേൺ ചെയ്യാനൊക്കെയാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ വേണം, ഇൻഡെക്സ് വേണം, പിന്നെ കോണ്ടാക്റ്റും വേണം. അത് രണ്ടും ഞാൻ ഇവിടുന്ന് പാസ് ചെയ്യണം, റെക്കോർഡാക്കിയിട്ട് കേട്ടോ. ഇതൊക്കെ അല്ലെങ്കിൽ ഇത് രണ്ടും ബണ്ടിലാക്കിയിട്ട് ഒരു റെക്കോർഡാക്കിയിട്ട് പാസ് ചെയ്യണം. അത് നമ്മൾ എവിടെ എടുക്കണം, ഈ റൗട്ടറിൽ ഇവിടെ ഈ സ്റ്റേറ്റിൽ എടുക്കണം. സെക്കൻഡ് വൺ എന്തെങ്കിലും കോണ്ടാക്റ്റ് അല്ല, ഡോട്ട് എന്താണ്, $1 പറയുമ്പോൾ എന്താണ് ഫസ്റ്റത്തത്. ഇവിടെ നമുക്ക് ഇൻഡെക്സ് ആണ് വേണ്ടത്, അതവിടെ $1 കൊടുക്കുന്നുണ്ട്. കോൺസ്റ്റ് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അല്ല നിങ്ങൾക്ക് അതെടുത്തു, അതിനെ കാസ്റ്റ് ചെയ്തിട്ട് $1 അതിന് എടുത്തു. ഇതെടുക്കണു, അതിനെ കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെടുക്കണം, $2 കൊടുത്തു. ഇത് കോഡ് റിപ്പീറ്റേഷൻ ഒഴിവാക്കണമെങ്കിൽ
ഇത് ആരോ ഫംഗ്ഷൻ മാറ്റുക തൽക്കാലം കേട്ടോ, നോർമൽ ഫംഗ്ഷൻ ആക്കുന്നു. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ റിട്ടേൺ കൊടുക്കണം. എന്നിട്ട് ഈ സാധനം ഇത്രയും ഭാഗം കട്ട് ചെയ്യണം. ഫൈനൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ ഡോട്ട് $1 ഡാറ്റ ഡോട്ട് $2. ഓക്കെ അല്ല, ഇത് ഓക്കെ അല്ലേ? അവിടുന്ന് വരുന്ന ഡാറ്റ നമ്മൾ സ്ട്രേറ്റ് ഡോട്ട് എക്സ്ട്രാ അവിടുന്ന് പാസ് ചെയ്ത് എക്സ്ട്രാ നമ്മൾ ഇവിടെ എടുക്കുന്നു. അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് തിരിച്ച് റെക്കോർഡിക്ക് മാറ്റണം. അപ്പോൾ റെക്കോർഡിക്ക് മാറ്റി റെക്കോർഡ് ഇവിടെ ഇനി ഇത് യൂസ് ചെയ്യണമെന്നില്ല, ആ പുറത്തത്തെ ബ്രാക്കറ്റ് യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അതിനെ റെക്കോർഡ് ആസ് ഇങ്ങനത്തെ ഒരു റെക്കോർഡാക്കി മാറ്റി അതിനുശേഷം ഈ ഡാറ്റയിൽ നിന്ന് ഓരോന്ന് എടുത്തു. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തോ, റീസ്റ്റാർട്ട് ചെയ്തോ. ഇതിനാണ് സ്റ്റേറ്റ് കേട്ടോ. ഇപ്പോഴും സാധനം വർക്കിംഗ് ആണ്. ഓക്കെ അല്ല, ഇത് പക്ഷേ നമ്മൾ ഏതൊക്കെ മാറ്റി, ഗോ റൗട്ടർക്ക് മാറ്റി സ്റ്റേറ്റ് വെച്ചേക്കാണ്ടുള്ള രീതിക്കായി. ഓക്കെ അല്ല, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. ഇനി നമുക്ക് പറയാനുള്ളത് റീഡയറക്റ്റാണ്. റീഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഒരു പേജ് കയറണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഗോ റൗട്ടറിൽ വരണതാണ്. ഇപ്പോൾ ഇന്ന പേജിൽ വരണമെങ്കിൽ ഇന്ന കണ്ടീഷൻ ഓക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പേജിൽ വരാനേ പാടില്ല എന്നാണ് വിചാരിക്കുക. അത് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ലോഗിനൊക്കെയാണ്. ലോഗിൻ ആക്കിയാൽ മാത്രം നമുക്ക് ആ ഹോം സ്ക്രീൻ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ലോഗിന്നിൻ്റെ ആ സ്ക്രീൻ കാണിച്ചാൽ മതി. ലോഗിൻ ചെയ്യാതെ ഒരാളും ഉള്ളിൽ കയറ്റണ്ടെന്നുള്ള രീതിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഹോം പേജിൻ്റെ കണ്ടീഷൻ എന്താണ്, ലോഗിൻ ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ അല്ല, ലോഗിൻ ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അതാണെങ്കിൽ മാത്രം ഹോം പേജ് കയറുള്ളൂ. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ റൗട്ടറിൽ വന്നിട്ട് ഈ കോൺഫിഗറേഷൻ ഉണ്ടല്ലോ, റൗട്ടറിൻ്റെ കോൺഫിഗറേഷൻ ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ പറയുകയാണ്, ഈ ഹോം പേജിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇവിടെ റീഡയറക്റ്റ് എന്ന് പറഞ്ഞാണ്ട് ഒരു സാധനമുണ്ട്. ഇതും ബിൽഡർ തന്നെയാണ് വരുന്നത്. ഈ ബിൽഡറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ കണ്ടീഷൻ കൊടുക്കുക. നമ്മുടെ എന്താണ് കണ്ടീഷൻ ഇവിടെ കൊടുക്കുക. അതാണെങ്കിൽ ഇത് ഈ കണ്ടീഷൻ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട കണ്ടീഷൻ എന്താണെന്നറിയോ, ലോഗിൻ അല്ലേ എന്ന് നോക്കുക. ലോഗിൻ അല്ലെങ്കിൽ ഈ ഇഫിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഏതിക്കാണ് പോകേണ്ടത് ആ പേജ് ഇവിടെ കൊടുക്കുക. ഇപ്പോൾ /ലോഗിനിക്ക് പോകണം. ഇവിടെ മനസ്സിലായോ? ഇവിടെ ലോഗിൻ ആണോ എന്നുള്ള കണ്ടീഷനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ കണ്ടീഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ലോഗിൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലോഗിനിക്ക് റിട്ടേൺ ആവുകയാണ്. ലോഗിനിക്ക് റിട്ടേൺ ആവുക പറഞ്ഞു കഴിഞ്ഞാൽ ലോഗിൻ പേജ് കാണിക്കുക. അവിടെ ഹോമിക്ക് വരില്ല. ഇവിടെ ഇനീഷ്യൽ റൗട്ട് നമ്മൾ മാറ്റില്ല കേട്ടോ. ഇനീഷ്യൽ ഹോമിക്ക് പോകും. ഹോം പോകുമ്പോൾ ആദ്യം നോക്കൽ ഈ റീഡയറക്റ്റ് ആണോ നോക്കും. ഹോമിൽ പോയിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ലോഗിൻ അല്ല. അപ്പോൾ നേരെ ഇവിടുന്ന് ഹോമിൽ നിന്ന് നേരെ ലോഗിൻക്ക് പോകും. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ മാറ്റണ്ട. ഇനീഷ്യൽ റൗട്ട് നമ്മൾ തൊടൂല. നമ്മൾ ഈ റീഡയറക്റ്റ് വെച്ചിട്ടാണ് പല പേജിക്ക് മാറ്റില്ല, കണ്ടീഷൻ വെച്ചേക്കാണ്ട്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ അല്ലേ. ഇനി ഏതിക്കും പോകണ്ട, ഈ ഹോമിക്ക് തന്നെയാണ് വരണമെന്നുണ്ടെങ്കിൽ ഈ റീഡയറക്റ്റിൽ എല്ലാ കണ്ടീഷനും ചെക്ക് ചെയ്ത് അവസാനം ഒരു റിട്ടേൺ നള്ള് കൊടുക്കുക. നള്ള് റിട്ടേൺ ചെയ്താൽ അർത്ഥം റീഡയറക്റ്റ് ആക്കണ്ട. ഇത് ഏതാണോ പേജ് ആ പേജിൽ തന്നെ നിന്നാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഏതാണ് പേജ്, ഹോം പേജിൽ തന്നെ നിന്നാൽ മതി. എല്ലാം ഓക്കെയാണ്, കണ്ടീഷനൊക്കെ ഓക്കെയാണ്. ഈ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് റിട്ടേൺ നള്ള്. വേറെ ഏതിക്കെങ്കിലും പോകണമെങ്കിൽ ഏതിക്കാണ് പോകേണ്ടതെന്നുള്ള പാത്ത് കൊടുക്കുക. സിമ്പിൾ സാധനം. ഇതാ കൊടുത്തേക്കണ് റിട്ടേൺ/ലോഗിൻ. ഇതാ അവിടെ കൊടുത്തേക്കണ്. ഈ എവിടെ ശ്രദ്ധിക്കണത്? ഇതൊക്കെ അല്ല, സിമ്പിൾ അല്ല. ഓക്കെ അല്ല.